അപ്പൂപ്പനിൽ നിന്ന് അപ്പനിലേക്ക്, അപ്പനിൽ നിന്ന് മകനിലേക്ക്. ആ മകൻ്റെ കയ്യിൽ കിട്ടിയ അവകാശം അത് അപ്പനും അപ്പൂപ്പനും നശിപ്പിച്ചു കളയാതെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ നശിച്ചു പോകാതെ വിറ്റു തുലയ്ക്കാതെ തൻ്റെ തലമുറയ്ക്ക് കൈമാറുമെന്ന് ഉറപ്പുള്ള ഒരു മകൻ. ആ മകൻ്റെ പേര് നാബോത്ത് എന്നാണ്, ഇസ്രായേലിയനാണ്. ആ മകന് അപ്പൻ അപ്പൂപ്പന്മാർ അവകാശമായി നൽകിയ മുന്തിരിത്തോട്ടം അത് കണ്ട് കൊതിക്കുന്ന ഒരു രാജാവ്. രാജാവിൻ്റെ പേര് ആഹാബ്, ശമരിയയുടെ രാജാവാണ്. ആ രാജാവിനൊരു ഭാര്യയുണ്ട്, ഇസബേൽ എന്ന ദുർമന്ത്രവാദി. ആ രാജാവിൻ്റെയും ഭാര്യയുടെയും ദുർമന്ത്രവാദത്തിൽ തകർന്നുപോയ ആ മനുഷ്യൻ്റെ ജീവിതം അല്പം വ്യത്യസ്തമായൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ. നമ്മൾ സ്വതവേ ചിന്തിക്കുന്നത് എങ്ങനെയാ? സാക്ഷ്യത്തോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ദൈവം വിടുവിച്ച അത്ഭുത സാക്ഷ്യം. എന്നാൽ ഇത് സാക്ഷ്യമല്ല, മുന്നറിയിപ്പാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോടുള്ള മുന്നറിയിപ്പ്. മന്ത്രവാദങ്ങൾക്കും ആഭിചാരങ്ങൾക്കും ഇരയായി വിലപ്പെട്ടതും വേണ്ടപ്പെട്ടതും പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള മുന്നറിയിപ്പ്, ആ നഷ്ടപ്പെടലുകളിൽ നിന്ന് തിരികെ വരുവാൻ. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പോകുന്നത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ അധ്യായത്തിൽ നിന്ന് 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിരോധമായി ശത്രു ആഭിചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കാരണം, ഇങ്ങനെ ബാധിക്കപ്പെടുവാനുള്ള കാരണം. 2, എന്താണ് ശത്രുവിൻ്റെ പദ്ധതികൾ. തുടർന്ന് നമ്മൾ ചിന്തിക്കും എങ്ങനെ ഈ ശത്രുവിൻ്റെ പദ്ധതിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. 1, വേർപാട്. 2, ശത്രുവിൻ്റെ ഇങ്ങനെയുള്ളവരുടെ പഞ്ചാരവാക്കുകളിൽ മയങ്ങാതിരിക്കുക. എങ്ങനെയുള്ളവർ? അത് വഴിയെ പറയാം. 3, ഇങ്ങനെയുള്ളവർക്ക് മുമ്പിൽ നിങ്ങളെ തന്നെ വെളിപ്പെടുത്താതിരിക്കുക. രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള മനസ്സ് ഉണ്ടായിരിക്കുക. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ചായിരിക്കുവാൻ വലിയവനും വിശ്വസ്തനുമായ നമ്മുടെ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ആ കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതെ, പ്രൈസർ ഫാമിലിയുടെ നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും വന്ദനവും ഈ തരുണത്തിൽ നിങ്ങളോട് അറിയിക്കുന്നു. പ്രിയരെ, നമ്മൾ ഇന്ന് ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയട്ടെ, എനിക്ക് ആവർത്തിച്ച് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ ബോറടിക്കേണ്ട. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായി മാറും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിനൊപ്പമായിരിക്കുന്നു. മാറ്റമില്ലാത്തതും മാറിപ്പോകാത്തതുമായ വചനത്തിനൊപ്പമായിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളുണ്ട്, നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളുണ്ട്, പലരും തന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നമ്മെ വിട്ടു പോകും. എത്ര വിലയേറിയതായി നാം കാണുന്ന കാര്യങ്ങളായിരുന്നാലും നമ്മെ വിട്ട് അതൊക്കെ മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്തത് ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനം, അതേ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിനൊപ്പം നാം ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഒപ്പം നാം തിരിച്ചറിയുക, ആ വചനത്തിന് നമ്മെ മാറ്റുവാൻ കഴിയും. അതേ, ആ വചനത്തിന് നിങ്ങളെ മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. ബാധിക്കപ്പെട്ട ഈ അവസ്ഥയെ മാറ്റുവാൻ കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, പ്രവചനാത്മാവിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കാരണമറിയാതെ കരയുന്നുണ്ട്, ബാധിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല. പ്രശ്നങ്ങൾ അടിക്കടി ഉയർന്നു വരുന്നു. ആര് മുഖാന്തരം, എവിടെ നിന്ന് അറിയുവാൻ കഴിയുന്നില്ല. ആ ബാധിക്കലുകളെ തിരിച്ചറിഞ്ഞ് ആ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അപ്പോൾ ആ ബാധിപ്പുകളിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഒരു വചനത്തോടെ, പ്രവചനമാണ് കേട്ടോ, ആ പ്രവചനത്തോടെ നമുക്ക് തുടങ്ങാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്യുന്നത്. ആരാണ് ഇസബേൽ? ഞാൻ വിശദീകരിക്കാം. ദുർമന്ത്രവാദിനിയാണ്. ഇത്രയും മനസ്സിലാക്കുക. ക്ഷുദ്രക്കാരിയാണ്. എന്താ തെളിവൊക്കെ ബൈബിളിൽ നിന്ന് തന്നെ തരാം. ഇപ്പോൾ ഒന്ന് വിശ്വസിച്ച് കൂടെ വന്നാട്ടെ. ദുർമന്ത്രവാദിനിയാണ്, ആഭിചാരകയാണ്. അതെ, ആ ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിൻ്റെ മതിലിനരികെ വച്ച് തിന്നുകളയും. നായ്ക്കൾ ഇസബേലിനെ, ദുർമന്ത്രവാദിനിയുടെ നരകതുല്യമായ
അവസാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. അർത്ഥം, നിങ്ങൾക്ക് വിരോധമായി ആഭിചാരങ്ങൾ ചെയ്യുന്ന, ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന, നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്ന ശത്രുവിൻ്റെ കൊടൂരമായ തകർച്ച, കൊടൂരമായ നാശം എന്താണോ അവർ നിങ്ങളിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്, അതിലും ഭീതിദത്തമായത് അവരുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്യുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ഒരു ദയയും ക്ഷുദ്രക്കാരോടും ആഭിചാരക്കാരോടും ദൈവം കാണിക്കുകയില്ല. കാരണം ക്ഷുദ്രക്കാരും ആഭിചാരകരും മന്ത്രവാദികളും നിങ്ങൾക്ക് വിരോധമായല്ല, ദൈവത്തിന് വിരോധമായി ചെയ്യുന്നു. ഓ താങ്ക് ഗോഡ്. വേദപുസ്തകം പറയുന്നു അവർ ചെയ്യുന്നത് ദൈവത്തിന് വിരോധമായാണ്. അതുകൊണ്ട് ദൈവം അത് ക്ഷമിക്കുകയില്ല. സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി നിന്റെ തൊഴിൽ മേഖലയെ തകർത്ത് കളയുവാൻ നീ ആ നന്മ അനുഭവിച്ച് അധികകാലം ജീവിക്കരുതെന്ന് കരുതി കൂട്ടി മനഃപൂർവ്വമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിചാരങ്ങളും ക്ഷുദ്ര പ്രയോഗങ്ങളും അവരുടെ പ്രവൃത്തി നായത്തുന്നു പോകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ന്യായവിധിയുടെ അനുഭവം, നിനക്ക് വിരോധമായി മന്ത്രവാദങ്ങൾ ചെയ്യുന്ന, ക്ഷുദ്ര പ്രയോഗങ്ങൾ ചെയ്യുന്നവർ ആ ന്യായവിധി അനുഭവിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദര, ആ ബാധിപ്പ് വിട്ടുമാറുക, ആ തൊഴിലിടത്തിലെ ബാധിപ്പ് വിട്ടുമാറുക. ആ മന്ത്രവാദ ബന്ധനങ്ങളുടെ ശക്തി, ആ വിചാരങ്ങളുടെ ശക്തി, ക്ഷുദ്ര പ്രയോഗങ്ങളുടെ ശക്തി, ഓ താങ്ക് ഗോഡ്, അത് മാറിപ്പോകുക. പ്രാർത്ഥിക്കുക. ജോലിക്കാരനായി മാറുവാൻ കഴിയാത്ത വിധത്തിൽ, വീട്ടിനകത്ത് നിന്നെ ഒതുക്കി കളയുന്ന, പഠിച്ചു, നല്ല കോഴ്സ് കഴിഞ്ഞു, പക്ഷേ ജോലി കിട്ടുന്നില്ല, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല, കിട്ടിയ ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല, ബന്ധിച്ചൊതുക്കിയിരിക്കുന്നു. മന്ത്രവാദങ്ങളാലും വിളിക്ഷാപങ്ങളാലും നേർച്ച കാഴ്ചകളാലും ദുഷ്ട മനുഷ്യർ നിന്നെ ബന്ധിച്ചൊതുക്കിയിരിക്കുന്നു. ആ ബന്ധനത്തെ കർത്താവ് ഇന്ന് അഴിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ മന്ത്രവാദികളുടെ തകർച്ചയും നിന്റെ ബന്ധനങ്ങളുടെ അഴിയപ്പെടലും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ, ഓ താങ്ക് ഗോഡ്. നിനക്ക് വിരോധമായി ചെയ്യുന്നവരെ തകർത്ത് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി. അപ്പോൾ ഒരുപക്ഷെ നീ ചോദിച്ചേക്കും, ദൈവദാസനെ, എൻ്റെ ജീവിതത്തിലെ തകർച്ചയെക്കുറിച്ചാണോ നിങ്ങൾ പറയുവാൻ പോകുന്നത്? ഞാൻ ഇന്നായിരിക്കുന്ന കണ്ണുനീരിൻ്റെ, നിരാശയുടെ, വേദനയുടെ അനുഭവത്തെക്കുറിച്ചാണോ നിങ്ങൾ പറയുവാൻ പോകുന്നത്? എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, അതേക്കുറിച്ചാണോ പറയുവാൻ പോകുന്നത്? ഒത്തിരി എന്നെ സ്നേഹിച്ച, എനിക്കൊപ്പം നിൽക്കുന്ന, എനിക്ക് വേണ്ടി ചത്തുകളയുമെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് പോയി ചാകടി എന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ പറയുവാൻ പോകുന്നത്? ഞാനല്ലാതെ ഈ ലോകത്തിൽ മറ്റൊരു സ്ത്രീ ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് മറ്റു സ്ത്രീകളോട് കൂടെ പോകും. ഞാനും എൻ്റെ തലമുറകളും അനുഭവിക്കേണ്ട എൻ്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലം മദ്യശാലകളിലേക്ക് ഒഴുകി പോകുന്നു. അതേക്കുറിച്ചാണോ നിങ്ങൾ പറയുവാൻ പോകുന്നത്? അതേ സഹോദരി, അതേക്കുറിച്ച് തന്നെ സംശയിക്കുന്നുണ്ടോ? ഇതിനൊക്കെ കാരണം നിനക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്ക്. നിനക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം? എന്തുകൊണ്ട് നിന്റെ ഭർത്താവ് ഇങ്ങനെ മാറി? ചേർന്ന് നീ അല്ലാതെ ജീവിതമില്ലെന്ന് പറഞ്ഞ അതേ നിന്റെ ഭർത്താവ് എന്തുകൊണ്ട് മാറി? കാരണമില്ലാതെ കരഞ്ഞില്ലേ? കാരണമുണ്ട്. സന്തോഷകരമായ നിന്റെ കുടുംബജീവിതം കണ്ടിട്ട്, നിനക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായത് കണ്ടിട്ട് അസൂയ പൂണ്ട ചിലർ നേർച്ച കാഴ്ചകളെ ചെയ്ത്, ആഭിചാരങ്ങളെ ചെയ്ത് നിനക്ക് വിരോധമായി നിന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും വിധം ചെയ്തു കൂട്ടിയത്, യെസ്, യേശുവിൻ നാമത്തിൽ അത് തകർക്കപ്പെടുക. ആ ബന്ധനമഴിയുക. ആ ബന്ധനമഴിയുമ്പോൾ നിന്റെ ഭർത്താവ് തിരികെ വരും. നിന്നയ്ക്ക് കാരണമാകും വിധം ചെയ്തു കൂട്ടിയവർ വീഴും. ഓ താങ്ക് ഗോഡ്. നായ തിന്നുവന്ന, ആമേൻ, ആമേൻ, നിന്നയാ ആഭിചാരം ചെയ്യുന്ന, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി ക്ഷുദ്ര പ്രയോഗങ്ങൾ ചെയ്യുന്നവർ നിന്നയായി തീരും. അത് നീ കാണും. ഓ ആമേൻ, നീ അത് കാണുവാൻ പോകുക. ആമേൻ, യേശുവിൻ നാമത്തിൽ സഹോദര, നീ അത് കാണുവാൻ പോകുക. നിന്നെയും നിന്റെ ഭാര്യയും തമ്മിൽ തെറ്റിക്കുവാൻ തക്കവണ്ണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, മന്ത്രവാദങ്ങളെന്ന ആഭിചാരങ്ങളെന്ന പ്രവൃത്തി കൊണ്ടും നിങ്ങളെ തകർത്ത് കളഞ്ഞ ആ ശത്രുവിൻ്റെ തകർച്ച, ആ ശത്രു നിന്നയായി മാറുന്നത് നീ കാണും. നിന്റെ ഭാര്യയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ. യെസ്, യേശുവിൻ നാമത്തിൽ ആരാണോ അകത്തോ പുറത്തോ അറിയത്തില്ല, ആരാണോ നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി കളിച്ചത്, അതേ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്, അവരുടെ തകർച്ച നീയും നിന്റെ ഭാര്യയും ഒരുമിച്ച് നിന്ന് പണിയപ്പെട്ട കുടുംബജീവിതത്തിന്റെ മധ്യത്തിൽ നിന്ന് കാണും. അത് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് പ്രവചനമാ, നിന്നോടുള്ള പ്രവചനമാ. മാതാവേ, പിതാവേ, ഇത് നിങ്ങളോടുള്ള പ്രവചനമാ. ആമേൻ. നിങ്ങളത് കാണും. നിങ്ങളുടെ തലമുറ ആ കോഴ്സ് പൂർത്തീകരിക്കുന്നത് കാണും. നിങ്ങളുടെ തലമുറ ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിങ്ങളുടെ അടുക്കൽ വരുന്നത് നിങ്ങൾ കാണും. അവർ ജോലിക്കാരായി മാറുന്നത് നിങ്ങൾ കാണും. ഓ, പരാജയം ജയമായി മാറുന്നത് നിങ്ങൾ കാണും. ആമേൻ, ആമേൻ, ആമേൻ. ഉന്നത വിജയം അവർ നേടുന്നത് നിങ്ങൾ കാണും. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നത് നിങ്ങൾ കാണും.
ആമേൻ. അർത്ഥം എന്താണ് ദൈവദാസനെ നിങ്ങൾ പറയുവാൻ പോകുന്നത്? ചോദ്യമുണ്ടായി. അതേ, അറിയാം. കാരണം ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലല്ലോ. നല്ല പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരാ പെട്ടെന്ന് പഠിക്കുന്നില്ല. അവരുടെ പഠനം എല്ലാം പോയി. നല്ല സ്വഭാവം ഉണ്ടായിരുന്ന കുട്ടികളാ മോശം കൂട്ടുകെട്ടുകളിൽപ്പെട്ടു. മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, പലതും ചുണ്ടിൻ്റെ ഇടയിലും വായിലും കുത്തിത്തിരികെ വയ്ക്കുന്നു, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു. കാരണം അറിയാമോ? കൈമലർത്തുവാണോ? കാരണം അറിയത്തില്ല. പരാജയം കടന്നു വരുന്നു. കാരണം അറിയുമോ? കാരണം അറിയത്തില്ല. എന്തുകൊണ്ടാണ് അഡ്മിഷൻ കിട്ടാത്തെ? എന്തുകൊണ്ടാണ് ആ രാജ്യത്തിൻ്റെ വാതിൽ തുറക്കാത്തെ? അവർക്കൊക്കെ കിട്ടിയല്ലോ. എന്തുകൊണ്ടാണ് നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ അത് സംഭവിക്കാത്തെ? കോഴ്സ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് പഠനത്തിന് സാഹചര്യം ഒരുങ്ങാത്തെ? എന്തുകൊണ്ടാണ് നീ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വിട്ട നിൻ്റെ മകൾ ജോലിക്കാരിയായി തീരാതെ അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നത്? കാരണം അറിയുമോ? നിനക്കറിയത്തില്ല. ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരമൊന്നേ ഉള്ളൂ. നിൻ്റെ കണ്ണുനീരിനും നിൻ്റെ നിരാശയ്ക്കും വേദനയ്ക്കുമുള്ള കാരണം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ശത്രുവിൻ്റെ ഇഷ്ടത്തിന് അവരുടെ ജീവിതം വഴിമാറിയിരിക്കുന്നു. തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ശത്രു ചെയ്ത മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്ര പ്രയോഗങ്ങളും നിൻ്റെ തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്നു. ആ ബന്ധനങ്ങളെ കർത്താവിൽ അഴിക്കുക പ്രവചനമാണ്. അകത്തും പുറത്തും അവർക്ക് വിരോധമായി ചെയ്തവർ അവർ നന്മ പ്രാപിക്കുമ്പോൾ തകർച്ച അനുഭവിക്കുന്നത് നീ കാണുവാൻ പോവുക. ആമേൻ. വിശ്വസിക്കുന്നെങ്കിൽ മാതാവേ, പിതാവെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും നിന്റെ തലമുറകൾക്ക് വിരോധമായി, അവരുടെ വളർച്ചയ്ക്ക്, അവരുടെ നല്ല സ്വഭാവത്തിന്, അവരുടെ തൊഴിലിന്, അവരുടെ ഭാവിക്ക്, നല്ല വിവാഹത്തിന് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോവുക. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. രോഗിയാക്കി നിങ്ങളെ ഭവനത്തിനകത്ത് ഒതുക്കി കളയുന്ന അതെ ആ ബന്ധനം, ആ മന്ത്രവാദം, ആ വിചാരം, ഡോക്ടറിന് പോലും രോഗമെന്തെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ രോഗിയാക്കി, വെറും രോഗിയല്ല നിത്യ രോഗിയാക്കി വീട്ടിനകത്ത് ഒതുക്കിക്കൂട്ടുന്ന ആ ബന്ധനം ഇന്ന് പകൽ അഴിയുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. ആമേൻ, ആമേൻ. ആ മന്ത്രവാദത്തിൻ്റെ ശക്തി തകർക്കപ്പെടുക, ആ ബന്ധനം അഴിയപ്പെടുക, ആ ക്ഷുദ്ര പ്രയോഗം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുക. സ്തോത്രം, സ്തോത്രം. നീ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്നെ ആ പരുവത്തിലാക്കിയ ചിലർ വീഴുക. ആമേൻ, ആമേൻ. ക്ഷുദ്ര പ്രയോഗി, ആഭിചാരകൻ, ദുർമന്ത്രവാദകൻ, അവൻ വീഴുക. ആമേൻ. പ്രാർത്ഥിക്കുക. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ബാധ്യതക്കാരനായി തീരുവാൻ ഇടയാകും വിധത്തിൽ നന്മകളെ ചിതറിച്ച് കളഞ്ഞു, കിട്ടിയതിനെ മുഴുവൻ ചിതറിച്ച് കളഞ്ഞു, ഉണ്ടായിരുന്നതിനെ വിറ്റ് തുലച്ച് പലതും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയതൊക്കെ നഷ്ടത്തിലും പരാജയത്തിലും കടത്തിനുമേൽ കടം കയറുന്ന അവസ്ഥയിലുമായിത്തീരുവാൻ കാരണമായ ചിലത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അറിയത്തില്ല. അയ്യോ, പലരും പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുമ്പോൾ കണ്ണുനീരോടെ പറയാറുണ്ട്, ദൈവദാസനെ, ഞങ്ങൾക്കറിയത്തില്ല എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു, ഈ കഷ്ടം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു, ഇങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പലർക്കും അറിയത്തില്ല. ഒരിക്കൽ ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ ഒരു അറബ് രാജ്യത്തിൽ നിന്ന് വിളിച്ചു. ആ സഹോദരൻ 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറബ് രാജ്യത്തേക്ക് കടന്നുപോയി ഒരു ജോലിക്കാരനായി തുടങ്ങി, സ്വന്തമായി ബിസിനസ് ചെയ്യുവാൻ തുടങ്ങി, നല്ല നിലയിൽ ജീവിച്ചു പോരവേ പെട്ടെന്ന് തൻ്റെ ബിസിനസ്സിന് തകർച്ച തുടങ്ങി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാമ്പത്തിക മാന്ദ്യമായിരിക്കാം, കൊറോണ ആയിരിക്കാം. അല്ല, കൊറോണയ്ക്കും സാമ്പത്തിക മാന്ദ്യത്തിനും മുമ്പേ തന്നെ പെട്ടെന്ന് തൻ്റെ ബിസിനസ് തകരുവാനായിട്ട് തുടങ്ങി. നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന തൻ്റെ മക്കൾ പഠിക്കുന്നില്ല, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ. ആ സഹോദരൻ കാരണം കണ്ടുപിടിക്കുവാൻ പല വഴികളിലൂടെയും ശ്രമിച്ചു. കാരണം കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. കഴിവില്ലാത്തവനല്ല, ആരെങ്കിലും കൊടുത്ത് കിട്ടിയത് കൊണ്ട് ചെയ്യുന്നവനല്ല, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തവനാണ്. അവനറിയാം എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തുവാനുള്ള കഴിവ് അവനുണ്ട്. പക്ഷേ അവൻ്റെ ബുദ്ധിക്കും അറിവിനും കണ്ടെത്തുവാൻ കഴിയുന്നില്ല എവിടെയാണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വളരെ നാളുകൾ തൻ്റെ ബുദ്ധി കൊണ്ടും തൻ്റെ ആലോചന കൊണ്ടും പലരുടെ സപ്പോർട്ട് കൊണ്ടും അതിൻ്റെ കാരണം കണ്ടെത്തുവാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അവസാനം ഒരിക്കൽ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനായി വിളിച്ചു. ആ സഹോദരനുമായി ഒത്തിരി നേരം സംസാരിച്ചു. ചില ദിവസങ്ങൾ തുടർച്ചയായി ആ സഹോദരനുമായി സംസാരിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം ആ സഹോദരന് വേണ്ടി സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ആ സഹോദരനോട് ഇങ്ങനെ ചോദിക്കുവാൻ പറഞ്ഞു. പ്രത്യേകിച്ച് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തകർച്ചയുടെ സമയത്ത്
നിങ്ങൾ സാധാരണയായി ചെയ്യുന്നതിൽ നിന്നോ സാധാരണയായി പോകുന്ന സ്ഥലങ്ങളിൽ നിന്നോ വ്യത്യസ്തമായി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആ സഹോദരന് കാര്യം മനസ്സിലായി. ആ സഹോദരൻ പെട്ടെന്ന് പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാനങ്ങനെ അന്യ ദേവന്മാരെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാറില്ല, അങ്ങനെയുള്ളിടങ്ങളിലൊന്നും ഞാൻ പോകാറില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും അതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സഹോദരൻ അവസാനം ഒരു ഉറപ്പില്ലാത്ത പോലെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ദേവദാസനെ, അസാധാരണമായെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പരിചയക്കാരൻ അവൻ്റെ വീട്ടിൽ നടന്ന ഒരു പ്രാർത്ഥനയ്ക്കായി വിളിച്ചു കൊണ്ടുപോയി. അവൻ്റെ വീട്ടിൽ 4-5 പേർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നു. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ എൻ്റെ തലമേൽ കൈവച്ച് അന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി നേരം എനിക്ക് വേണ്ടി മാത്രമായിരുന്നു പ്രാർത്ഥന. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് വേണ്ടി ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി ഇത്രയും പേരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചുവല്ലോ എന്നൊരു ഭയങ്കര സന്തോഷമുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞാണ് എൻ്റെ ബിസിനസ്സിൻ്റെ തകർച്ച തുടങ്ങിയത്, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത്, ബന്ധനം. ആമേൻ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു, ദേവദാസനെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു വന്നതിൽ നിന്ന് വ്യത്യസ്തമായ വഴിയിലൂടെ ആണല്ലോ ഈ ടോപ്പിക്ക് പോകുന്നത്. അല്ല, കാര്യം പറഞ്ഞു തരാം. മന്ത്രവാദം എന്താണ്? 21-ാം അധ്യായത്തിലേക്ക്, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇൻട്രൊഡക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, അല്ലെങ്കിൽ ബൈബിളുമായിട്ടുള്ള നിങ്ങളുടെ അഗാധമായ പരിചയ മുഖാന്തരം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഉദിക്കുന്ന ശമര്യയുടെ രാജാവായ ആഹാബിനെ എന്തിനും പ്രാപ്തനാക്കി തീർക്കുന്ന ദുർമന്ത്രവാദിനിയായ ഈസബേൽ. അപ്പോൾ ഈസബേൽ ദുർമന്ത്രവാദിനി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും എന്ന് ചിന്തിക്കുന്ന ചിലർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. എല്ലാ വചനങ്ങളും ഒന്നും പറയുന്നില്ല, ചില വചനങ്ങൾ ഞാൻ റെഫറൻസ് ആയിട്ട് പറയാം. നിങ്ങൾ തന്നെ അത് നോക്കി കണ്ടുപിടിച്ചോളണം കേട്ടോ. ഒന്നാമതായി രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇസബേലിനെ ക്ഷുദ്രക്കാരി എന്നാണ് വിളിക്കുന്നത്. ക്ഷുദ്രക്കാരി നിങ്ങൾ വായിച്ചു നോക്കുക. രാജാക്കന്മാരുടെ 9:22. ഇസബേൽ സമം ക്ഷുദ്രക്കാരി, മന്ത്രവാദിനി, ആഭിചാരിക. 2 രാജാക്കന്മാരുടെ 9-ാം അധ്യായം അതിന് 30-ാമത്തെ ആ വാക്യം തന്നെ വായിക്കുമ്പോൾ അവൾ വശീകരിക്കുന്നവളാണെന്ന് കാണുവാൻ കഴിയും. അതുമായി ബന്ധപ്പെടുത്തി വെളിപ്പാട് പുസ്തകത്തിൽ തുയധര സഭയെക്കുറിച്ച് ദൂതനിലൂടെയുള്ള ദൂത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദുർനടപ്പിൻ്റെ മാതാവ്. അങ്ങനെയാണ് ഇസബേലിനെ കുറിച്ച് പറയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിഗ്രഹാരാധിയായിരുന്നു ഈ ഇസബേൽ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വിഗ്രഹാരാധിയാണ്, ക്ഷുദ്രക്കാരിയാണ്, വശീകരണമാണ് പ്രധാനപ്പെട്ട തൊഴിൽ. ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുപോലെ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നാൽ ഇപ്പോൾ ആളയച്ച എല്ലാ ഇസ്രായേലിനെയും ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക. ഇസബേലിന് അപ്പോൾ ടോട്ടൽ 850 അശേര ബാൽ പ്രവാചകന്മാരുണ്ട്. മന്ത്രവാദിനിയാണ്. മന്ത്രവാദിനി എന്ന് പറഞ്ഞാൽ ലോക്കൽ ചെറിയ മന്ത്രവാദിനിയല്ല, വലിയ മന്ത്രവാദിനിയാണ്. അപ്പോൾ ആഹാബിൻ്റെ ഭാര്യ മന്ത്രവാദിനിയാണ്, ദുർമന്ത്രവാദിനിയാണ്. അപ്പോൾ ആഹാബിന് ഒരു കൊതി തോന്നുകയാണ്. ആഹാബ് കിളിവാതിലൂടെ നോക്കിയപ്പോൾ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കണ്ടു കൊതിച്ചു. കാരണം ഇതാണ്, കണ്ടു കൊതിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിരോധമായി ശത്രു പലതും ചെയ്യുവാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്കുള്ളത് പലതും അവർ കണ്ടു കൊതിക്കുന്നത് കൊണ്ടാണ്. അന്നത്തെ കാലത്ത് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വന്തമാക്കുവാൻ കഴിയും. ഇന്നത്തെ പോലെ നിയമമൊന്നുമില്ലല്ലോ. ഇന്ന് എല്ലാ കാര്യങ്ങളും അങ്ങനെ സ്വന്തമാക്കുവാൻ കഴിയത്തില്ല. കുറേയൊക്കെ കഴിയും, എല്ലാ കാര്യങ്ങളും സ്വന്തമാക്കാൻ കഴിയത്തില്ല. അപ്പോൾ സ്വന്തമാക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെ നശിപ്പിക്കണമെന്നൊരാഗ്രഹം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ജോലി തകർക്കുക, അവർക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, തകർക്കുക. നിൻ്റെ കുടുംബജീവിതം തകരുക, അവളെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് തകർന്നാൽ മതി. കിട്ടത്തില്ല, കിട്ടാതിരിക്കുവാനുള്ള പല കാരണങ്ങളുമുണ്ട്. നിൻ്റെ മക്കളെ അവർക്ക് മക്കളായി കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് അങ്ങനെ നല്ല മക്കളായിട്ട് അവർ വേണ്ട. അവരിങ്ങനെ നല്ല സ്വഭാവത്തിൽ വളരട്ടെ, അവർ മദ്യപിച്ച് ലോകപ്രകാരം ജീവിക്കട്ടെ, അവരുടെ പഠനമൊക്കെ പകുതി വഴിയിൽ തീരട്ടെ, അവർ നശിച്ചു നാറാനെ കല്ലെടുക്കട്ടെ. അങ്ങനെ നീ ഇപ്പം സന്തോഷിക്കേണ്ട, അങ്ങനെ ആ വീട്ടിനകത്ത് നീ താമസിക്കേണ്ട. നീ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഭ്രാന്ത് പിടിച്ചോട്. അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? അതാ പറഞ്ഞേ, അസൂയ വിറ്റുപോകുന്നുണ്ടോ?
വിൽപ്പനയ്ക്ക് വേണ്ടി ബോർഡ് നോക്കിയിരിക്കുക. വിറ്റ് കഴിഞ്ഞാൽ നിൻ്റെ പകുതി പ്രശ്നം അല്ല, ഏകദേശം എല്ലാ പ്രശ്നവും തീർന്നു. പക്ഷേ വിൽപ്പന നടക്കുന്നില്ല. വിൽക്കുന്നെങ്കിൽ കാണണം, വാങ്ങുന്നെങ്കിൽ ഞങ്ങളായിരിക്കും, അതും നീ ചോദിക്കുന്ന വിലയ്ക്കല്ല. മനസ്സിലായില്ല? അപ്പോൾ ചിലത് കണ്ട് കൊതിച്ചിട്ട്, അപ്പോൾ കാരണം മനസ്സിലായല്ലോ, ചിലത് കണ്ട് കൊതിച്ചിട്ട് ഒന്ന് അവർക്കതിനെ സ്വന്തമാക്കുവാൻ കഴിയാത്തതുകൊണ്ട് നശിപ്പിക്കും. സ്വന്തമാക്കുവാൻ കഴിയുന്നതാണെങ്കിൽ സ്വന്തമാക്കുക തന്നെ ചെയ്യും. ആ മോള് ഇറങ്ങി പോകണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എത്ര വർഷം നിൻ്റെ സ്നേഹവും നിൻ്റെ സംരക്ഷണവും, നീ ഇല്ലാതൊരു ജീവിതമില്ലെന്ന് അമ്മയെ അപ്പാ എന്ന് പറഞ്ഞ് നടന്ന മോൾ ഇറങ്ങി പോകണമെങ്കിൽ ചില്ലറ കാര്യമായിരിക്കും. അതാ ഈ ഇസബേലിനെ കുറിച്ച് പറയുന്നത് എന്താ? വശീകരണം. വശീകരിച്ച് കളയും, തലമുറകളെ വശീകരിക്കും. ആകാത്ത ബന്ധങ്ങളിലേക്ക്, ദുർനടപ്പിലേക്ക്, പുറത്താരോടും പറയുവാൻ പോലും കഴിയുന്നില്ല, ദുർനടപ്പിലേക്ക് വശീകരിച്ചു കളയും. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകളിലേക്ക് വശീകരിച്ചു കളയും. വ്യഭിചാരിണികളുടെ അടുക്കലേക്ക് ഭർത്താക്കന്മാരെ വശീകരിക്കും, ഭാര്യമാരെ വശീകരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇസബേലിയ മണ്ഡലത്തിൻ്റെ അതെ ആ ദുഷ്ടശക്തിയുടെ വ്യാപാരമാണ്. ആ ബാഡ് സ്പിരിറ്റ് പ്രധാനമായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ? ആദ്യം സമ്പത്ത് അവകാശമായി കിട്ടിയത് മറ്റൊരാളിലേക്ക് പോകുന്നു. ഉണ്ട്, അധ്വാനിക്കുന്നുണ്ട്, കയ്യിൽ കിട്ടുന്നുണ്ട്, പക്ഷേ എവിടേക്കോ അറിയാത്ത അങ്ങനെ പോവുക. ഇങ്ങനെ എല്ലാം നമുക്കുള്ളതെല്ലാം കവർന്നെടുക്കുക. നശിപ്പിച്ച് കളയുവാൻ കഴിയുന്നത് നശിപ്പിച്ച് കളയുന്നു, സ്വന്തമാക്കാൻ പറ്റാത്തത് നശിപ്പിച്ച് കളയുന്നു, സ്വന്തമാക്കുവാൻ കഴിയുന്നത് കവർന്നെടുക്കുന്നു. അപ്പോൾ കാരണം മനസ്സിലായല്ലോ. ഇനി അതിനു വേണ്ടിയുള്ള പദ്ധതി, അതാണ് മന്ത്രവാദമെന്ന് പറയാനുള്ള കാരണം. ആ ബന്ധനം എന്ന് പറയുവാനുള്ള ഞാൻ പറഞ്ഞ സാക്ഷ്യത്തിലെ ആ കാരണം തന്നെ 21-ാം അധ്യായം തന്നെ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു, നാബോത്തിനെ ജനത്തിൻ്റെ ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി. അവർ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഇസബേലും ആഹാബും അവരുടെ ആളുകളും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. നാബോത്ത് ഭക്തനാണ്. ഉപവാസം എന്താ നിങ്ങൾക്കറിയാമല്ലോ, എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പ്രൈസർ ഫാമിലിക്ക് അപരിചിതമായ വാക്കൊന്നുമല്ലല്ലോ ഉപവാസം. പ്രാർത്ഥന ഉപവാസമല്ലേ നമ്മൾ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഉപവാസം എന്താണ്? ഉപനോടുകൂടെ ദൈവത്തോടു കൂടെ വസിക്കുക. നിങ്ങളുടെ ഉപവാസം അതാണ്, എൻ്റെ ഉപവാസം അതാണ്. പക്ഷേ ആഹാബ് അങ്ങനെ ഉപവസിക്കുമോ? എന്തിന്? ഇസബേൽ അങ്ങനെ ഉപവസിക്കുമോ? ഇസബേലിൻ്റെ കൂട്ടത്തുള്ളവരങ്ങനെ ഉപവസിക്കുമോ? ഇല്ല. കാരണം അവർ ദുർമന്ത്രവാദിനിയും ബാലിൻ്റെയും അശോരയുടെയും പ്രവാചകന്മാരും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിഗ്രഹങ്ങളെ ആരാധിച്ച് നടക്കുന്ന രാജാവും. അങ്ങനെയുള്ള ടീം ഉപവസിക്കുമോ? ദൈവത്തോടു കൂടെ ഇരിക്കാൻ വേണ്ടി ആഹാരം കളയുമോ? മറ്റുള്ളവൻ്റെ നിന്ന് കവർന്നെടുക്കുന്നത് ഇല്ല. ഇവിടെ മുതൽ ശ്രദ്ധിച്ചോ. അപ്പോൾ നാബോത്ത് തിരിച്ചറിയുന്നത് ഇതാ ഒരു ഉപവാസം നടക്കുന്നു. നാബോത്തിന് സന്തോഷമായി, ഇന്ന് കടന്നുപോയി ഗ്ലോറി ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ്. പക്ഷേ ഈ ടീമിനോ, അവർക്ക് ഉപവാസം എന്ന പേര് മാത്രമേ ഉള്ളൂ. അവരെന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് ഉപവാസമെന്ന് നാബോത്ത് കടന്നുപോയ സ്ഥലത്തും സംഭവിച്ചതും. ഉപവാസത്തിന് എന്താ സംഭവിക്കുന്നത്? നമ്മളെ തന്നെ താഴ്ത്തും, നമ്മുടെ കുറവുകളെ ഏറ്റുപറയും, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ചെടുക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതാണോ? നോക്കിയേ 13-ാമത്തെ വാക്യം. നീചന്മാരായ 2 ആളുകൾ വന്ന് അവൻ്റെ നേരെ ഇരുന്നു. ഉപവാസത്തിൽ നീചന്മാരായ 2 ആളുകൾ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഉപവാസമാണോ? അല്ല. നമ്മുടെ ഉപവാസത്തിൽ നീചന്മാർക്ക് സ്ഥാനമില്ല. അവർ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്ത് ദൈവസേനയിൽ താഴ്ത്തുമ്പോൾ തന്നെ അവരുടെ നീചത്തരമെല്ലാം പോയി. അവൻ്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന്. ശ്രദ്ധിച്ചോളണേ. നാബോത്ത് ദൈവത്തെയും രാജാവിനെ ദുഷിച്ചു എന്ന്. ഗൂഢാലോചനയുടെ റിസൾട്ട്. അവിടെ ഗൂഢാലോചനയാണ് നടക്കുന്നത്. നാബോത്ത് വിചാരിക്കുന്നത് ഉപവാസം എന്നാ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാബോത്തിന് വിരോധമായി ഗൂഢാലോചന നടത്തിയ 2 പേർ വന്ന് അവൻ്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെ ദുഷിച്ചു എന്ന് ആ നീചന്മാർ ജനത്തിൻ്റെ മുമ്പിൽ അവന് വിരോധമായി, നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. അപ്പോൾ ഉപവാസമെന്ന് ഗ്ലോറി ഹല്ലേലൂയ പറയാമെന്ന് നാബോത്ത് കരുതിയ ഉപവാസം, നാബോത്തിനത് ഉപവാസം തന്നെയായിരുന്നു. എന്നാൽ ഇസബേലും ആഹാബും പ്രവാചകന്മാർ, ബാൽ അശേര പ്രവാചകന്മാരും അതിനെ
എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അവർക്കത് ഉപവാസമല്ലായിരുന്നു, അവർക്കത് മന്ത്രവാദമായിരുന്നു. ആ മനുഷ്യനെ, നാബോത്തിനെ, അവൻ്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കുന്നതിന് വേണ്ടി കൊന്നുകളയുവാനുള്ള മന്ത്രവാദം. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം നമ്മളുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ആ സഹോദരൻ ഭയങ്കര സന്തോഷമായിരുന്നു. ആ സഹോദരന്, അയ്യോ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ വിളിച്ച് എൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചല്ലോ. അന്ന് തീർന്നതാ പ്രാർത്ഥന. ബന്ധിച്ചു. അത് പ്രാർത്ഥനയല്ല, ബന്ധനമായിരുന്നു. ഓ താങ്ക് ഗോഡ്. ഈ പുള്ളിക്ക്, കടന്നുപോയ പുള്ളിക്ക് അത് പ്രാർത്ഥനയായിരുന്നു, പക്ഷെ മറ്റുള്ളവർക്ക് അത് ബന്ധനമായിരുന്നു, ബന്ധന ശുശ്രൂഷയായിരുന്നു, മന്ത്രവാദമായിരുന്നു, ആഭിചാരമായിരുന്നു. അതിൻ്റെ ഫലമാണ് ബിസിനസ്സും തകർന്ന് കുടുംബത്തിനകത്തും പ്രശ്നം. ആ ബന്ധനത്തെ അഴിച്ചു. ആ സഹോദരൻ കൊറോണ കാലത്തും അനുഗ്രഹിക്കപ്പെട്ട ബിസിനസ്സുമായിട്ട് അവിടെ തന്നെ ഉണ്ട്. കൊറോണ കഴിഞ്ഞു സന്തോഷമായിരിക്കുന്നു. പ്രിയരെ, ശത്രു മന്ത്രവാദം ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ഒരു കളമൊക്കെ വരച്ച് ചുവപ്പും മഞ്ഞയും ഒക്കെ ഇട്ട് ഒരു മന്ത്രവാദിനി ഇരിക്കുന്നു, തീയിലോട്ട് എന്തോ വാരി എറിയുന്നു, തീ ഉയർന്നു പോകുന്നു, പുക പറക്കുന്നു. അയ്യോ, അതൊക്കെ ഇല്ലെന്നേ, അതൊന്നും ഇല്ലെന്നേ. നിങ്ങൾ വിശ്വസിക്കുന്ന എന്തിനെങ്കിലും കൂടെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാനുള്ളത് പിശാച് ചെയ്യുന്നത്. പ്രാർത്ഥിച്ച് ബന്ധിക്കും. നിങ്ങൾ പ്രാർത്ഥനയെന്ന് കരുതും, പക്ഷെ അവർ നിങ്ങളെ ബന്ധിക്കും. നിങ്ങൾ ഉപവാസം എന്ന് പറയും, പക്ഷെ അവർ ബന്ധിക്കും. അപ്പോൾ പേര് പ്രാർത്ഥിക്കുന്നവരുന്നു അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും, പക്ഷേ ബന്ധിക്കപ്പെടും. മന്ത്രവാദവും ആഭിചാരവും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തിരിച്ചറിയുക. അപ്പോൾ ഇനി എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം? ഒന്ന്, വേർപാട്. സംഖ്യാപുസ്തകം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയും ഇല്ല. വേർപാട്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് വേർപെട്ടിരിക്കുക. അതിനെ നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയുക. അവരുടെ അപ്പോൾ എങ്ങനെയെന്നോ, അതിനാണ് പ്രിയരെ നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുള്ളത്. ആ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുക. എങ്ങനെയുള്ളവരാണ് എനിക്കൊപ്പമുള്ളത്? അവർ കൂടെ കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ തിരിച്ചറിയുക. കൂട്ടുകാരെന്ന് പറഞ്ഞ് വലിയ വായിൽ കൂടെ നടക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? അവരെന്തിനു വേണ്ടിയാണ് കൂടെ നടക്കുന്നത്? എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നത്? ഇതൊക്കെ ചിന്തിക്കാനുള്ളൊരു ആ ബുദ്ധി ദൈവം തന്നിട്ടുണ്ടെന്നേ. നിങ്ങൾ പാമ്പുകളെ പോലെ കൗശലമുള്ളവരും പ്രാവിനെ പോലെ നിർമ്മലതയുള്ളവരും ആയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. വേർപെട്ടിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരുമായി വേർപെട്ടിരിക്കുക. വേർപാട്. നിങ്ങൾ ഒരു ഭക്തനാണോ, ഭക്തയാണോ, അതുപോലുള്ള ദൈവമക്കളുമായുള്ള ഒരു കൂട്ടായ്മയിൽ മാത്രമേ നിങ്ങൾ നിൽക്കാവൂ. ആ കൂട്ടായ്മ മാത്രമേ നിങ്ങളെ മുൻപോട്ട് നടത്തത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം പോകും. വെളിയിൽ കൊണ്ടുപോയി അവർ കല്ലെറിഞ്ഞ് കൊല്ലും. ഉള്ളതെല്ലാം കവർന്നെടുക്കുക. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അത് അനാഥമായി ആഹാബിന്റെ കയ്യിൽ എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേരുവാനിടയാകും. ഒന്ന്, വേർപാട്. രണ്ട്, ഇങ്ങനെയുള്ളവരുടെ പഞ്ചാര വാക്കുകളിൽ മയങ്ങിപ്പോകാതിരിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാരുടെ പുസ്തകമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയാണ് തുടങ്ങുന്നത്. യേഹു ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തൻ്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽ കൂടെ നോക്കി. വശീകരണം. പലതും നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന പലതും പറഞ്ഞും പലതും തന്നും പലരും കൂടെ കൂടുമ്പോൾ തിരിച്ചറിയുക, ഈ പോക്ക് നിങ്ങളുടെ നാശത്തിലേക്കാണ്. പ്രലോഭിപ്പിക്കുന്ന, വശീകരിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. അത് എന്തിലാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങളുടെ വീക്ക്നെസ് തിരിച്ചറിഞ്ഞ് വശീകരിച്ച് കൊണ്ടുപോകും. അതിൽ പോകരുത് സഹോദര, സഹോദരി, അതിൽ പോകരുത് കേട്ടോ. അതിലോട്ട് പോകരുത്. ആ വശീകരണത്തിൽ വീണു പോകരുത്. 3, ശത്രുവിന് മുമ്പിൽ ഉള്ളതെല്ലാം തുറന്ന് കാണിക്കാതിരിക്കുക. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയാവെന്ന രാജാവ്, നമ്മൾ ഒത്തിരി തവണ ചിന്തിച്ചിട്ടുള്ളതാണ്, തൻ്റെ അസുഖം ഭേദമായി ആ വിവരം അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനെത്തിയ എതിർ രാജ്യത്തെ രാജാവിൻ്റെ ദൂതനെ തൻ്റെ ഭണ്ഡാരഗ്രഹവും അടുക്കളയും ആലയവും തൻ്റെ കൊട്ടാരത്തിലെ സമൃദ്ധിയും എല്ലാം കാണിച്ചു കൊടുത്തു. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ വന്ന് അത് കൊണ്ടുപോകാൻ പോകുന്നു. നമുക്കുള്ളതായിരുന്നാൽ മതി. നാട്ടുകാരെ മുഴുവനും കാണിക്കുന്നത് കൊണ്ടാണ് പലർക്കും മോഹം വരുന്നത്. പറഞ്ഞുകൊണ്ട് നടക്കുക, എൻ്റെ മോൻ അങ്ങനെ ആക്കണം, മോളെ അങ്ങനെ ആക്കണം, അവിടെ കൊണ്ടാക്കണം, ഇവിടെ കൊണ്ടെത്തിക്കണം. എന്തിനാന്നേ? നിങ്ങൾ ആക്കി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കേ. എനിക്ക് അങ്ങനെ ഒരു വീട് വയ്ക്കണം, വച്ചോ. എന്തിനാ ആടുകളെ പറഞ്ഞ് പബ്ലിസിറ്റി കൊടുത്ത് അവിടെ നിന്ന് മാർബിൾ, ഇവിടെ നിന്ന് ടൈല്? അയ്യോ.
ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര എന്തിനാ വല്ല എൻ്റെ മുമ്പൊക്കെ കിടന്ന് ബഹളം വെച്ച് എൻ്റെ തൊഴിൽ അങ്ങനെയാണ്, എൻ്റെ ബിസിനസ് ഇങ്ങനെയാണ്. അതാണ് രഹസ്യമാക്കി വെക്കാനുള്ളത്, രഹസ്യമാക്കി വെക്കുക. അപ്പോൾ ഈ 3 കാര്യം ശ്രദ്ധിക്കുക. 1 വേർപാട്, 2 പഞ്ചാര വാക്കുകളുമായി വശീകരിക്കുവാൻ കൂടെ കൂടുന്നവരെ ഒഴിഞ്ഞു നിൽക്കുക, 3 രഹസ്യങ്ങളെ രഹസ്യമാക്കി തന്നെ വയ്ക്കുക. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണെങ്കിൽ ചെറിയതായിട്ട് ഞാൻ പറഞ്ഞു വിട്ടത് നിങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ എവിടെയൊക്കെ വേർപെടേണ്ടിയുണ്ട്, എവിടെ നിന്നൊക്കെ ഞാൻ വേർപെടണം, എവിടെ ആണ് ഞാൻ വശീകരിക്കപ്പെടുന്നത്, എന്തൊക്കെയാണ് ഞാൻ പരസ്യമാക്കി മണ്ടനായിത്തീരുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ സ്വയം തന്നെ ചോദിച്ച് പരിഹാരം കണ്ടെത്തുക. അപ്പോൾ ആ മന്ത്രവാദവും ആ വിചാരവും ദൈവത്തിന് അതിനെ തകർക്കുവാൻ കഴിയും. നാബോത്തിനെ പോലെ നിങ്ങളാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ഇസബേലിയ ശക്തികൾ, ആ മന്ത്രവാദവും ആ വിചാരവും നിങ്ങൾക്ക് മുമ്പിൽ തകർക്കപ്പെടും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രേസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആ അത്ഭുതങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാകും. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ആരാധന മിസ് ചെയ്യുന്ന പക്ഷം ലൈവ് സ്ട്രീം കാണുക, ആരാധനയിൽ പങ്കെടുക്കുക. നിങ്ങൾക്കത് വലിയ വിടുതലിന് കാരണമായി തീരും. ചില ഇസബേലിയ മണ്ഡലങ്ങൾ തകർക്കപ്പെടുന്നത് കാണുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. എന്ന് കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അങ്ങ് സംസാരിച്ചതുപോലെ കർത്താവെ, പല നിലകളിൽ ബാധിക്കപ്പെട്ട് കാരണമറിയാതെ കരഞ്ഞും നിലവിളിച്ചും നിരാശപ്പെട്ടും വേദനപ്പെട്ടും നഷ്ടപ്പെട്ടുമായിരിക്കുന്ന ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ കർത്താവെ. ഇവർ പുറത്തു വരുമ്പോൾ ഇവരുടെ ശത്രു വീഴുന്നത് അവർ കാണട്ടെ. എല്ലാ ബന്ധനങ്ങളും അറിയട്ടെ. തൊഴിൽ മേഖലയിൽ ബാധിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും ആഭിചാരക്കെട്ടുകൾ, മന്ത്രവാദങ്ങൾ, വെളിശാപങ്ങൾ, നേർച്ച കാഴ്ചകൾ വിട്ടുപോകട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിലിനെ തകർത്ത് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ. ജോലി ഉണ്ടാകട്ടെ. ജോലി ചെയ്യാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നവർ ജോലികൾ ലഭിക്കട്ടെ. അപ്പോൾ ആ അത്ഭുതം പ്രവർത്തിക്കണം. എല്ലാ ബാധ്യതകളും തീരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ അപ്പാ. തലമുറകളെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. തലമുറകളുടെ ഭാവി കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം തകർക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. അച്ചടക്കവും അനുസരണയുമുള്ള കുഞ്ഞുങ്ങൾ മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. തകർച്ചകൾ പണിയപ്പെടട്ടെ. വിശ്വാസമുണ്ടാകട്ടെ. പരസ്പരം സംശയരോഗങ്ങൾ മാറിപ്പോകട്ടെ. ആ മന്ത്രതന്ത്രങ്ങൾ തകർത്ത് കളയുന്ന സകല വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. കടഭാരങ്ങൾ വിട്ടുമാറട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. സ്തോത്രം. അവകാശങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. അപ്പാ, ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ. യേശോബാ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഭവനങ്ങൾ പണിയട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വലുതും ചെറുതുമായ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. വളർച്ചയുണ്ടാകട്ടെ. നഷ്ടത്തിലാകുന്ന സ്ഥാപനങ്ങൾ ലാഭത്തിലാകട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. പ്രാർത്ഥനയെ ബന്ധിച്ച, ആത്മീയ ജീവിതത്തെ ബന്ധിച്ച, നന്മകളെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ശാപങ്ങൾ വിട്ടുമാറട്ടെ. വിദേശത്തു നിന്ന് നാട്ടിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. കേസ് സംബന്ധമായി കയറി ഇറങ്ങുന്നവർ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോലും നമുക്കിതുപോലെ മറ്റൊരു വിഷയമായി ദൈവം അനുവദിച്ചാൽ ഒരുമിച്ച് കാണാം. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ
ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.